ഹലോ, ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ഞാൻ പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോവാം കേട്ടോ. പഴവങ്ങാടി ക്ഷേത്രത്തിൽ എല്ലാവരും പോയിട്ടുണ്ടോ? ഞാൻ രാവിലെ ഓഫീസിൽ പോണ വഴിക്കാണ്. ഈസ്റ്റ് ഫോർട്ടാണ് പഴവങ്ങാടി ക്ഷേത്രം വരുന്നത്. ഞാനപ്പോൾ ആ വഴി പോയിട്ട് ഓഫീസിൽ പോവേ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങും പതിവിലും. അപ്പോൾ രാവിലെ റെഡിയായി കുറച്ച് ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങി തന്നെയാണ് പോകുന്നത്. അതിനെ ഒരുങ്ങി എല്ലാം റെഡിയായി ക്ഷേത്രത്തിലെത്തി. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ എടുത്ത് നാളികേരം വെച്ചുകൊണ്ടിരിപ്പുണ്ട്. ക്ഷേത്രത്തിനകത്തുനിന്നും കിട്ടും. ക്ഷേത്രത്തിനകത്ത് 25 രൂപയാണ് നാളികേരത്തിന്. പുറത്താകുമ്പോഴത്തേക്കിനും ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതിന് 30 രൂപയും അതിൻ്റെ കുറച്ചും കൂടെ വലുതിന് 40 രൂപ അങ്ങനെയാണ്. ഞാനപ്പോൾ 2 നാളികേരം വാങ്ങിച്ചു. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഉടയ്ക്കാൻ പറ്റുമേ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോണൊന്നും അലൗഡല്ല. പിന്നെ അതിനകത്ത് വെക്കാൻ പറ്റുന്ന പൂജാ സാധനം അങ്ങനത്തെ ഒരു പുല്ല് പോലെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ പേരെനിക്കറിയത്തില്ല. അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ മേടിക്കാൻ കിട്ടുമേ. ക്ഷേത്രത്തിൻ്റെ പുറത്തൊരു വ്യൂ ഇതാണ്. ഭയങ്കര പോസിറ്റീവ്. എപ്പോഴും നല്ല ക്രൗഡഡാണ് ക്ഷേത്രത്തിനകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ പറ്റുന്ന ആഴ്ചകളിലൊക്കെ പോവാറുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നല്ല ക്രൗഡഡാണ്. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി. ഇതിപ്പം ഞാൻ ജോലി സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വൺ വേ ആണ്. ആ ദൂരെ കാണുന്ന വലിയ കെട്ടിടമാണ് നമ്മുടെ നിയമസഭ വരുന്നത്. ഇവിടുന്ന് ആ വൺ വേ കയറി ചെന്ന് ലെഫ്റ്റ് സൈഡിലാണ് നിയമസഭ ഇരിക്കുന്നത്. PMG എന്ന് പറയും. ഇത് അത്യാവശ്യം ഈ വഴി പോകാനായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് കഴിച്ചതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഫുഡെന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. അങ്ങനെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ബിരിയാണി കഴിച്ച സ്ഥലങ്ങൾ വളരെ റെയറാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഈ കുമാർ കഫേയിലെ കിഴി ബിരിയാണിയാണ്. കമ്പാരിറ്റീവ്ലി അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു സാലഡ് ഉണ്ട്, ഒരു നാരങ്ങ അച്ചാറുണ്ട്, ഡേറ്റ്സിൻ്റെ ഒരു അച്ചാറുണ്ട്. അത് വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് അവർ തരുന്നത്. ഇങ്ങനെ ഒരു പാത്രമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ 2 വാഴയില വെച്ചിട്ട് അതപ്പോൾ ആ വാഴയിലയുടെ സ്മെല്ലൊക്കെ നല്ല ചൂടോടെ വാട്ടിയെടുത്ത വാഴയിലയാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ ആ ബിരിയാണിയിലേക്ക് വന്നിട്ട് നല്ല ടേസ്റ്റുണ്ട്. റൈസൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതിനകത്ത് ഒരു 2 പീസ് ചിക്കൻ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ചിക്കൻ ഫ്രൈയും ഉണ്ട്. എഗ്ഗും കൂടെ വരുന്നതാണ്. ഇതിനകത്ത് അങ്ങനെ പപ്പടം അതൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഡേറ്റ്സിൻ്റെ അച്ചാറും അതൊക്കെ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ആ പാത്രത്തിൽ അങ്ങനെ കെട്ടി വെച്ചുകൊണ്ടാണ് ആ റൈസ് അങ്ങനെ ഇരിക്കുന്നത്. അതിനെ ഒന്ന് ചെറുതായിട്ടിങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അധികം വെന്ത് പോയ റൈസൊന്നും അല്ലേ, നമുക്ക് കഴിക്കാൻ പാകത്തിനാണ്. ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട്. പിന്നെ വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്നൊക്കെ തിരിച്ചെത്തി. ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. purple.com നിന്നായിരുന്നു ഞാനിത് മേടിച്ചത്. കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊറിയർ എന്തെങ്കിലും വന്നിട്ടുണ്ട്. പിന്നെ തുറന്നത് നോക്കി എന്തൊക്കെയാണെന്ന് നമുക്കറിയാമെങ്കിലും അത് തുറന്ന് നോക്കി ഒരു നിർവൃതി അടയണമല്ലോ. അങ്ങനെ കൊറിയറൊക്കെ പൊട്ടിച്ചു. പിന്നെ അതെല്ലാം അടുക്കി വെച്ചു. അതടുക്കാൻ എടുത്ത കൂട്ടത്തിൽ വീക്കെൻഡ്സിലാണ് ഞാൻ കൂടുതൽ എൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്നത്. ഡ്രസ്സായാലും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയാലും എല്ലാം ഒരു വീക്കെൻഡിൽ അടുക്കി വെക്കും. എന്നിട്ട് മൺഡേ ടു സാറ്റർഡേ പിന്നെയും അതെല്ലാം വാരി നിരത്തും. പിന്നെ സൺഡേയിൽ അടുക്കി വെക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ റൊട്ടീന്. അങ്ങനെ അതെല്ലാം അടുക്കി വെച്ചു.